അന്റാർട്ടിക്കയിൽ മഞ്ഞ് കട്ടിയായി കിടക്കുന്ന സ്ഥലത്ത് പോയ ഒരു ശാസ്ത്രജ്ഞയെ പീഡിപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായി എന്നൊരു ആരോപണം. അത് കൊടും തണുപ്പാണ്, ഐസ് മാത്രമുള്ള സ്ഥലമാണ്, അവിടെ മറ്റ് മനുഷ്യരില്ല, അവിടെ മൃഗങ്ങളില്ല, പക്ഷികളില്ല. അങ്ങനെ തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ആ സ്ഥലത്ത് പര്യവേഷണത്തിനായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും അവിടെ പോകുന്നുണ്ട്. അവർ പലരും ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഫൈബർ ഗ്ലാസിൻ്റെ പോട്ട്സിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഒരു ആഴ്ചകളോളം മാസങ്ങളോളം അവിടെ നിൽക്കേണ്ടി വരും, മറ്റുള്ളവരെ കാണാതെ. എന്തായാലും അന്റാർട്ടിക്കയിൽ അവിടെ മനുഷ്യൻ പതുക്കെ കുടിയേറി തുടങ്ങി. അവിടുത്തെ കാലാവസ്ഥയും തണുപ്പുമൊക്കെ സഹിച്ച് അവിടെ പല സയൻറ്റിസ്റ്റുകളും അവിടെ റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സ്ഥലത്ത് മനുഷ്യവാസം തീർത്തും മോശപ്പെട്ട ഒരവസ്ഥയിലേ ഉണ്ടാകുകയുള്ളൂ. അവിടെ വരുന്ന സയൻറ്റിസ്റ്റുകൾക്ക് പലർക്കും പല അനുഭവങ്ങളും ഉള്ളതായിട്ട് അവർ നാഷണൽ സയൻറ്റിഫിക് ഫൗണ്ടേഷൻ്റെ NSF മേധാവികളെ അറിയിച്ചിട്ടൊക്കെയുണ്ട്. US അന്റാർട്ടിക്ക അവിടെ ഒരു ഷിപ്പ് മാത്രം എത്തും. US സയൻറ്റിസ്റ്റുകളെയും കൊണ്ട് അവിടെ വരുന്നതാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരും ഈ ഷിപ്പിലാണ് അവിടെ വരുന്നത്. മറ്റൊരു ഷിപ്പുകൾക്കും അങ്ങോട്ട് പോകാൻ ഒക്കില്ല. കാരണം ഐസ് ബ്രേക്ക് ഉണ്ടാവും. അതുപോലെ ഐസുകൾ ഇങ്ങനെ വലിയ കട്ടകളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. അതിന് സേഫായ ചില ഐസ് ഉറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മനുഷ്യന് ഈ പോട്ട്സ്, ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള പോട്ട്സൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് താമസിക്കുന്നത് അത്യന്തം വളരെ ഭയാനകവുമാണ്, ഭീകരവുമാണ്. ചിലപ്പം ആഴ്ചകളോളം ഒറ്റപ്പെട്ട് ആ പോട്ട്സിനകത്ത് നിങ്ങൾ തന്നെ കിടക്കേണ്ടിയും വരും. ഏകദേശം ഒരു 2-3 വർഷത്തേന് ചില കോൺട്രാക്റ്റിലാണ് പലരും പോകുന്നത്. എങ്കിലും അവിടെ പോകുന്നവർ പലരും 3 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്നത്. എൻ്റെ ഇടയ്ക്ക് വരാൻ ചില ഷിപ്പോ ഫ്ലൈറ്റോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒന്നും അവിടെ സഞ്ചരിക്കാനും കഴിയില്ല. വളരെ ചുരുക്കമായ മാത്രം അമേരിക്കയിൽ നിന്നുള്ള ആ ഷിപ്പ് അവിടെ സയൻറ്റിസ്റ്റിനെ കൊണ്ട് വിടാനും തിരിച്ചു കൊണ്ടുപോകാനും ഒക്കെ വരും. അതും വളരെ വളരെ യാതനകൾ സഹിച്ചാണ് ആ ഷിപ്പ് പതുക്കെ ഐസ് ബ്രേക്ക് കൂടെ നീങ്ങുന്നത്. അങ്ങനെ വരുന്ന അമേരിക്കയുടെ ഒരൊറ്റ ഷിപ്പ് മാത്രമേ ഈ അന്റാർട്ടിക്കയിൽ എത്തുകയുള്ളൂ. ഇവിടെ ആദ്യം വന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് മറ്റൊരു ലേഡി സയൻറ്റിസ്റ്റ് പറഞ്ഞു, അന്റാർട്ടിക്കയിലെ ആ റിസർച്ച് ബേസിന് അടുത്ത് ഒരു കെട്ടിടമുണ്ട്, ഒരു ചെറിയ ഒരു പോട്ട്സ് ഉണ്ട്, അവിടെ മാത്രം പോകരുത് നിങ്ങൾ, അവിടെ പോയാൽ നിങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടും എന്ന് ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് മറ്റൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞു. കഴിവുള്ളിടത്തോളം അങ്ങനെയുള്ള സ്ഥലത്ത്, കാരണം വിജനമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്ഥലത്തിരിക്കുമ്പോൾ തൊട്ടടുത്ത ചെറിയ ഒരു പെര പോലെ ചെറിയ ഒരു മുറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പം അക്കാഡമിക് ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ വെറുതെയോ നമ്മൾ ബോറടിക്കുമ്പോൾ അവിടെ പോകാം. അങ്ങനെയുള്ളൊരു മുറി അവിടെയുണ്ട് അന്റാർട്ടിക്കയിൽ, ആ റിസർച്ച് ബേസിനടുത്ത്. അവിടെ പോകരുത്, പോയാൽ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടും. അഥവാ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ റേപ്പ് അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം പോകാൻ എന്നും ആ ലേഡി ഇവരുടെ അടുത്ത് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇത് 2021 ഏപ്രിലിൽ നടന്ന സംഭവമായിട്ട് 2022 അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നില്ല. അടുത്ത കാലത്ത് മാത്രമാണ് അതേപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത്. US നാഷണൽ സയൻറ്റിഫിക് ഫൗണ്ടേഷൻ ആണ് ഒരാണ്ടിൽ ഏകദേശം 800ഓളം പേരെ അവിടെ അയക്കുന്നുണ്ടെന്നാണ് വരുന്നത്. അതിൽ കുറേ ആൾക്കാർ മടങ്ങി ആ ഷിപ്പ് വരുമ്പോൾ മടങ്ങിപ്പോവും. 0 ഡിഗ്രിക്ക് താഴെയാണ് അവിടുത്തെ തണുപ്പ്. 0.1 ഡിഗ്രിയാണ് ആവറേജ് അവിടുത്തെ തണുപ്പ് പറയുന്നത്. അവിടെ തണുപ്പിൻ്റെ അവസ്ഥയ്ക്ക് 7 ഡിഗ്രി വരെ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. 7 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അല്പം ചൂടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. താഴോട്ട് വരുമ്പോൾ 1 ഡിഗ്രി വരുമ്പോഴാണ് ഏറ്റവും ലോവസ്റ്റായ തണുപ്പ് വരുന്നത്. ഏതായാലും അവിടെ വരുന്ന ആൾക്കാർ പലരും സാമ്പത്തികം മോഹിച്ചൊക്കെ തന്നെ ആയിരിക്കാം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു മാസം $40,000 അവിടെ ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ലഭിക്കും. സയൻറ്റിസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ $1.5 ലക്ഷം. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിക്കോളൂ എത്ര കോടി രൂപ
ഒരു മാസം നമുക്ക് ശമ്പളമായിട്ട് വരുന്നത്. 3 വർഷം കഴിഞ്ഞ് മടങ്ങി വന്ന് വലിയ പണക്കാരനായി, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വലിയ പണക്കാരനായിട്ട് നമുക്ക് വരാം. അതുതന്നെയല്ല, നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. വളരെ വിജനമായ ഒരു ഏരിയയാണ് അവിടെ. മറ്റൊരു മനുഷ്യനെ കാണാനില്ല, മൃഗങ്ങളെ കാണാനില്ല, ഒരു ചീവീടിനെ പോലെ, ഒരു വണ്ടിനെ പോലെ, ഒരു കീടത്തിനെ പോലും കാണാനില്ല. അങ്ങനെ ഒരു ലൈഫാണ് അവിടെ. എന്തായാലും അവിടെ ഒരു ഫ്ലൈറ്റിൽ കയറി നമുക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നത്, ഷിപ്പിൽ കയറി മടങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ഒരു ഷിപ്പോ ഫ്ലൈറ്റോ ഒന്നും അവിടെ വരാറില്ല. അവിടെ പല രാജ്യങ്ങളും ഇപ്പം പതുക്കെ ചേക്കേറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. US ചെന്നതിന് ശേഷം അവരാദ്യം അവിടെ ചെല്ലുന്നത്, അന്റാർട്ടിക്കയിൽ ആദ്യം US ചെല്ലുന്നത് 1820 ആണ്ടിലാണ്. പിന്നീട് 1900 ഇടയ്ക്കിടയ്ക്ക് അവർ പൊയ്ക്കൊണ്ടിരുന്ന 1959-60 കാലഘട്ടം ആയിക്കഴിഞ്ഞപ്പോൾ 6-7 രാഷ്ട്രങ്ങൾ അവിടെ ചെല്ലാൻ തയ്യാറായി. അവർ പോയി. അർജൻറ്റീനയും നോർവേയും ഓസ്ട്രേലിയയും ചിലിയും ഫ്രാൻസും ഒക്കെ, ന്യൂസിലൻഡ് ഉൾപ്പെടെ 7-8 രാജ്യങ്ങൾ അവരവിടെ ക്യാമ്പ് ഹൗസ് ഉണ്ടാക്കി. അവരും പതുക്കെ അന്റാർട്ടിക്കയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വകയല്ല അന്റാർട്ടിക്ക, പക്ഷേ എല്ലാവരും പതുക്കെ അവിടെ ചേക്കേറി ഓരോ ഏരിയ, 1/2 ഏക്കറോ 3/4 ഏക്കറോ ഉള്ള ഏരിയ മുഴുവൻ അവർ ഏറ്റവും കട്ടിയായ ഉറഞ്ഞു കിടക്കുന്ന ആ ഐസിൻ്റെ അവിടെ ചേക്കേറി ഷെഡ് വെക്കുന്ന കാഴ്ചകളാണ്. പല റിസർച്ചുകളും അവിടെ ചെയ്യുന്നുണ്ട്. സയൻറ്റിസ്റ്റുകളും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ അവിടെ ഈ ഫൈബറിൻ്റെ ഷെഡുണ്ടാക്കാനും ഡ്രെയിനേജ് സിസ്റ്റത്തിനും അതുപോലെ അങ്ങനെയുള്ള ധാരാളം കാർപ്പൻറ്റേഴ്സായിട്ടും പലരും അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും ശമ്പളം പ്രതീക്ഷിച്ച് കഴിയുമ്പം അവിടെ ആൾക്കാർ താമസിക്കുമ്പം അവർക്ക് വെൻറ്റിലേഷൻ്റെ, അവർക്ക് ഫുഡ് ഉണ്ടാക്കാനും ചെഫ് അവിടെ വേണ്ടി വരും. ടൂറിസ്റ്റുകളായിട്ടും ചിലർ ഇപ്പോൾ അവിടെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ സ്ഥലത്ത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. തണുപ്പാണ് പൊതുവെ, ആരും അവിടെ കാണാനില്ല, നിലവിളിച്ച് ആരും കേൾക്കാനില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു പീഡനം ഉണ്ടാകാനും വിധേയമാകാനേ കഴിയുള്ളൂ. ഇവരൊരു പരാതി ഏതായാലും കൊടുത്തിരിക്കുന്നു. ആ പരാതിയെപ്പറ്റി അവർക്ക് നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഇല്ല. എങ്കിലും അവിടെ വന്ന ഒരു സയൻറ്റിസ്റ്റ് തന്നെ പീഡിപ്പിക്കാൻ മറ്റൊരു സയൻറ്റിസ്റ്റ് ശ്രമിച്ചു എന്ന് ഒരു പരാതി ലഭിച്ചതായിട്ട് ഇപ്പം അവിടുത്തെ ചീഫ്, അതിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ ചീഫായ അമേരിക്കക്കാരന്, അയാളുടെ പേര് റോബർട്ട മാരിനെല്ലി ആണ്, അതിൻ്റെ ഈ പോളാർ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരാണ് എന്താണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ശ്രമിക്കാൻ തുനിഞ്ഞത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടതായിട്ട് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും തണുപ്പുള്ള രാജ്യത്തും പീഡനമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്.